ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതില് നമ്മുടെ ഗബ്രി ജാസ്മിൻ എടുത്ത് പറയുന്നുണ്ട്, ശ്രീതു ആ ഗെയിമില് എന്ന് വെച്ചാൽ ഡേഞ്ചർ കോയിൻ ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ടീമിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടായേനെ, അത് 100% ഷുവർ ആണ്. ഈ സെയിം വിഷയത്തെ കുറിച്ച് ഓപ്പോസിറ്റ് ആ ഒരു വാഴയുടെ ചോട്ടിലിരുന്ന് നമ്മുടെ രതീഷും പറയുന്നുണ്ട്. അവൻ തന്നെ അവളെ മൈദാമാവ് ഒട്ടിക്കുന്ന പോലെ തേച്ചൊട്ടിച്ച് ഓവനിലേക്ക് ഇട്ടു എന്ന്. ഇത് പറഞ്ഞ് ജിൻഡോയും രതീഷും ചിരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ചാലഞ്ച് ടാസ്ക് നമ്മുടെ പവർ ടവർ ടാസ്ക് അത് നടക്കുന്ന സമയത്ത് ജാസ്മിന് വയ്യായിരുന്നു, ബെഡ് റെസ്റ്റിലായിരുന്നു. ആള് കുറവായോണ്ട് ക്യാപ്റ്റനും ജിൻഡോയുടെയും അൻസിബയുടെയും കൂടെ മത്സരിച്ചു. ആ ടാസ്കില് ജിൻഡോയും അൻസിബയും ശ്രീതുവുമാണ് ജയിച്ചത്. അപ്പൊ ഇത് എപ്പോഴോ ജിൻഡോ ആയിട്ട് ഉണ്ടാക്കിയ ഒരു കുത്തിത്തിരിപ്പാണ് കേട്ടോ. അത് പറഞ്ഞാണ് ജബ്രികൾ ഇന്ന് തെറ്റിയത്. ജാസ്മിൻ അല്ലാതെ ശ്രീതു ആയിരുന്നു ആ ഡേഞ്ചർ കോയിൻ ടാസ്കിൽ പങ്കെടുത്തത് എങ്കിൽ കുറെ കൂടി ഉപകാരം ഉണ്ടായേനെ എന്ന് ജിൻഡോ എപ്പോഴോ പറഞ്ഞു. അത് ജാസ്മിനെ ചൊടിപ്പിക്കാൻ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഗബ്രി ഏറ്റുപിടിച്ചു. പക്ഷെ ജാസ്മിന് പകരം എന്ന് ഗബ്രി പറഞ്ഞിട്ടില്ല. ശ്രീതു ആയിരുന്നെങ്കിൽ, ശ്രീതുവും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലപോലെ കളിക്കാമായിരുന്നു എന്ന രീതിയിലാണ് ഗബ്രി പറഞ്ഞത്. ജാസ്മിന് ഗബ്രി എന്ന് പറയുന്നത് കേട്ടപ്പോ ഈഗോ അടിച്ച് ആകെ മൊത്തം പൊളിഞ്ഞു. ആഹാ, അവളാണോ എന്നെക്കാളിലോ അവന് വലുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോട്ടിലായി ജാസ്മിന്. അങ്ങനെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ തെറ്റുന്നു. ജിൻഡോ ആഗ്രഹിച്ച പോലെ ജാസ്മിനും ഗബ്രിയും അടിച്ചു പിരിഞ്ഞു എന്ന് പറയാം. ഒരുപാട് സമയം ഒന്നും രണ്ടുപേരും പിരിഞ്ഞിരിക്കില്ല. പക്ഷെ ജിൻഡോ ഈ പറഞ്ഞതിന്റെ പേരിൽ രണ്ടും കൂടി ചെറുതല്ലാത്ത രീതിയിൽ ഒരു അടി പൊട്ടിച്ചു. ലൈവിലെ എപ്പിസോഡിലൊക്കെ ജാസ്മിൻ പിണങ്ങിപ്പോയി ഡെൻ റൂമിൽ കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഗബ്രി തന്നെ ഇതിനെ ഇല്ലാണ്ടാക്കും എന്ന്. അപ്പൊ ഉടനെ രതീഷ്, അത് ഉറപ്പാ, അഹങ്കാരം ലേശം കൂടുതലാ, അവൾക്ക് തന്നെ ഭയങ്കര ഷെയിമായി, അത് സ്വന്തം ടീമിനെ അലക്കിയ പോലെ ആയി എന്ന് രതീഷ് പറയുന്നു. ഇത് എന്റെ അഭിപ്രായത്തില് ശ്രീതു കളിച്ചപ്പോ ജിൻഡോയുടെ ടീം ജയിച്ചു, ജാസ്മിൻ കളിച്ചപ്പോ തോറ്റു, അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ പുള്ളി ഇത് വെച്ച് ഗെയിം കളിക്കത്തില്ലായിരുന്നു. എന്തെടുത്തിട്ട് എവിടുന്ന് എടുത്തിട്ട് കളിക്കണമെന്ന്, ആരോട് കളിക്കണം എന്നും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ബ്രില്യൻ ഗെയിമറാണ് ജിൻഡോ. അത് അടിവരയിട്ട് പറയാം. ശ്രീധുവിനോട് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചാൽ ഇതിന്റെ റിസൾട്ട് ഇതൊന്നും ആയിരിക്കത്തില്ല. ജാസ്മിനോട് കളിച്ചോണ്ടാണ് ഇത് ഈ ഒരു റിസൾട്ട് വന്നത്. അപ്പൊ അവിടെ ജിൻഡോ എന്ന ഒരു ബ്രില്യൻ ഗെയിമറിന്റെ ഒരു കഴിവിനെ തന്നെ നമ്മൾ ഒരു കുതിരപ്പാവം കൊടുക്കേണ്ടി വരും.